നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാനെ ആരാധിച്ചുകൊണ്ട്, യേശുവിനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ഗാനത്തിൻ്റെ ഇരടി സ്വരമുയർത്തി നമുക്ക് ചേർന്ന് പാടാം. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ചേർന്ന് പാടാം. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. കരമുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ശാന്തമായി നമ്മൾ ഇരിക്കുന്നു. നിവർന്ന് നട്ടിൽ നിവർത്തി, ശിരസ് നിവർത്തി ഇരിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആ ഷീറ്റ്, ആ പേപ്പർ നിങ്ങൾ കയ്യിലെടുത്ത് പിടിക്കുക. അമ്പത്തിയേഴാം സങ്കീർത്തനത്തിലൂടെ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. നാം വ്യക്തിപരമായ പ്രാർത്ഥന, ഇതൊരു വിശുദ്ധീകരണ പ്രാർത്ഥനയാണ്. നാം ഇന്നലെ നാം കേട്ടു എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വ്യക്തിപരമായി നമ്മെ തന്നെ ശക്തിപ്പെടുത്തി പ്രാർത്ഥിച്ച് നമ്മിൽ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും സ്നേഹവും ജ്ഞാനവും നിറഞ്ഞിട്ടേ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവൂ എന്ന് നാം ഇന്നലെ കേട്ടു. അതല്ലെങ്കിൽ നാം തളർന്നു പോകും. കാരണം നമ്മളുള്ളതേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിപരമായ പ്രാർത്ഥന നാം രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുഖവും ദേഹവും ഒക്കെ ശരീരമൊക്കെ വൃത്തിയാകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവും മനസ്സും ഇപ്രകാരമുള്ള ഒരു കഴുകൽ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തും.
അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്കും മനസ്സിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്കും ശക്തി ഒഴുകും. പക്ഷേ ഈ കഴുകൽ പ്രക്രിയ ഇത് നമ്മുടെ ശക്തി കൊണ്ടല്ല നാം ചെയ്യുന്നത്, അത് കർത്താവ് തന്നെ ചെയ്തുകൊള്ളും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നത്. ഇപ്പോൾ സങ്കീർത്തനം 57 നാം കേട്ടതുപോലെ കൃപയ്ക്ക് വേണ്ടി ദൈവജനം കർത്താവിന് മുൻപിൽ നിലവിളിച്ച് കരഞ്ഞു. അതിനുള്ള ഒരു ഉത്തരം എന്നവണ്ണം നാം ഇപ്രകാരം വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാം. യേശു ക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടുന്ന് പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ഇപ്രകാരം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സ്വർഗീയ പിതാവിനാൽ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടും. അത് കർത്താവ് തന്നെ ചെയ്തോളും, അത് നമ്മുടെ പ്രവൃത്തിയല്ല. അതുകൊണ്ട് നമുക്ക് ഈ സമയം വ്യക്തിപരമായ പ്രാർത്ഥന നാം ഈശോയുടെ മുമ്പിലായിരുന്ന് നാം നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും എല്ലാം ഇപ്പോൾ ഈശോയുടെ മുൻപിൽ സമർപ്പിച്ച് ആ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ ഈശോ തന്നെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മെ വിശുദ്ധീകരിച്ചുകൊള്ളും, നമ്മെ കഴുകിക്കൊള്ളും. നമുക്കിപ്പോൾ ഈ ഭൂലോക സ്വർഗം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ഓർക്കാം. നാം ഇന്നലെ 19-ാം സങ്കീർത്തനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം സഞ്ചരിക്കുകയും അതിനെക്കുറിച്ചെല്ലാം നാം കേട്ട് ധ്യാനിക്കുകയും ചെയ്തതാണ്. ഈ ആകാശവും ഈ ഭൂമിയും ഇതിലെ സമസ്തവും ഓരോ സൃഷ്ടിയും അതെല്ലാം ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചതാണെന്നും ജ്ഞാനത്താലാണ് അവിടുന്ന് മനുഷ്യന് രൂപം നൽകിയത്. ഈ സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നു. എല്ലാം സൃഷ്ടാവിൻ്റെ കരവിരുതിനെയാണ് പ്രഘോഷിക്കുന്നത്. ഇതിലൂടെയെല്ലാം വചനത്തിൻ്റെ ചുരുളഴിയുകയും പ്രകാശം പരക്കുകയും എളിയവരായ നമുക്ക് അത് അറിവ് നൽകുകയും ചെയ്യുന്നു, ജ്ഞാനം പകരുന്നു. നമുക്കിപ്പോൾ ഭൂലോക സ്വർഗങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ത്രിത്വിക ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം.
വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമുക്കൊരു നിമിഷം നമ്മുടെ ഇരു കൈകളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിക്കാം. ഇന്നലെയെല്ലാം തിരുവചനത്തിലൂടെ നാം കേൾക്കുകയുണ്ടായി, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഈ ആത്മാവാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ആബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം സ്വീകരിച്ചിരിക്കുന്നത് നമ്മെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ്. നമുക്കിപ്പോൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം ഇന്നലെല്ലാം സങ്കീർത്തനം 63 നാം കേട്ടു. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. നാം ഇപ്രകാരം ആത്മീയമായ ലയനത്തിൽ പരിശുദ്ധ ത്രിത്വം നമ്മുടെ ആത്മാവിൽ ലയിച്ച് നാം ഇരിക്കുമ്പോഴാണ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള വലിയ ശക്തി, വലിയ ധൈര്യവും വലിയ ബോധ്യവും നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ നിമിഷം നമുക്ക് നമ്മിൽ വസിക്കുന്ന പിതാവായ ദൈവത്തെ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ, നമ്മിൽ വസിക്കുന്ന ഈശോയെ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ആ ലയനം അനുഭവിച്ചുകൊണ്ട്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ വലിയ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ
സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. നമുക്കിപ്പോൾ നമ്മിൽ ലയിച്ചിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിൽ വസിക്കുന്ന, ഞങ്ങളുടെ ആത്മാവിൽ പറ്റിച്ചേർന്നിരിക്കുന്ന, ഞങ്ങളുടെ ആത്മാവുമായി ഒന്നായി ലയിച്ചിരിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഇന്നലെ നാം കേൾക്കുകയുണ്ടായി, നമ്മുടെ ശരീരത്തിന് ശക്തി പകരുന്നത് മനസ്സല്ല. നമ്മുടെ മനസ്സിൽ നിന്നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ശക്തി വരുന്നത്, അത് നമ്മുടെ ആത്മാവിൽ നിന്നാണ്. നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായി ലയിച്ചിരിക്കുന്നു. ദൈവാത്മാവിൽ നിന്ന്, പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി നമ്മുടെ ആത്മാവിലേക്ക് പ്രവഹിക്കുകയും അത് നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു. ഇപ്രകാരമാണ് മാനസികമായ ഡിപ്രഷനിൽ നിന്നും അതുപോലെ ശാരീരികമായ അസുഖങ്ങളെല്ലാം സുഖപ്പെടുന്നത്. അതിനുള്ള ശക്തി വരുന്നത് മനസ്സിൽ നിന്നല്ല, ആത്മാവിൽ നിന്നാണ്, ദൈവാത്മാവിൽ നിന്ന്. നമുക്ക് ഈ നിമിഷം നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ മനസ്സാക്ഷിയെ, മനസ്സിന് തന്നെ 3 തലങ്ങളുണ്ട്: അബോധ മനസ്സ്, ഉബോധ മനസ്സ്, ബോധ മനസ്സ്. ഇതിനെല്ലാം നമുക്ക് നമ്മിൽ ലയിച്ചിരിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ, കാതുകളെ, നാവിനെ, നമ്മുടെ ശ്വസനത്തെ, ത്വക്കിനെ, നമ്മുടെ ചിന്തയെ, ഭാവനയെല്ലാം, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ, കോശങ്ങൾ, മാംസപേശികൾ
രക്തധമനികൾ, രോഗാണുക്കൾ, രക്തം, ശരീരത്തിലുള്ള എല്ലാ പാപവാസനകളും, നമ്മുടെ ബലഹീനതകളെല്ലാം നമ്മെ ലയിച്ചിരിക്കുന്ന പരിശുദ്ധത്വം, ആ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ലൈംഗികതയെ സമർപ്പിക്കാം. നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ജോലി പ്രശ്നങ്ങളോ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ജീവിത പങ്കാളി, ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ, മക്കളെക്കുറിച്ചുള്ള ആകുലത, സഹപ്രവർത്തകരെക്കുറിച്ചുള്ള ആകുലത, നമ്മുടെ സമർപ്പിത ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇപ്പോൾ പറഞ്ഞ എല്ലാ മേഖലകളും അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ബോധമനസ്സ്, ഇന്ദ്രിയങ്ങൾ, കണ്ണും മൂക്കും ത്വക്കും നാക്കും അധരങ്ങളുമെല്ലാം ശുദ്ധീകരിക്കാൻ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ വസിക്കുന്ന ത്രിത്വമേ, എന്നിൽ വസിക്കുന്ന ത്രിത്വമേ, എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അബോധ മനസ്സിനെ ശുദ്ധീകരിക്കണമേ, ഉപബോധ മനസ്സിനെ ശുദ്ധീകരിക്കണമേ, ബോധ മനസ്സിനെ ശുദ്ധീകരിക്കണമേ. എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണമേ, എൻ്റെ കാതുകളെ ശുദ്ധീകരിക്കണമേ, എൻ്റെ അധരങ്ങളെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ഭാവനകളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ, 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 സ്തോത്രം, യേശുവേ, സ്തോത്രം. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. പുതിയൊരു ഹൃദയം നൽകണമേ, ദൈവത്തിൻ ആലയമാക്കണമേ. നൽകണമേ, ദൈവത്തിൻ ആലയമാക്കണമേ. വിശുദ്ധീകരിച്ചിട ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ.
അല്പസമയം നിശബ്ദതയിൽ നമുക്ക് ഈ വിശുദ്ധീകരണ പ്രാർത്ഥന നമ്മുടെ ആത്മാവ്, മനസാക്ഷി, മനസ്സ്, നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായി ലയിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം നമ്മിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസാക്ഷിയിലുള്ള എല്ലാ ബോധ്യങ്ങളെയും നമുക്ക് പരിശുദ്ധത്വത്തിന് സമർപ്പിച്ച് അവയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസാക്ഷിയിലുള്ള തെറ്റായ ബോധ്യങ്ങളെ മാറ്റിക്കളയണമെന്നും നമ്മിലുള്ള നല്ല ബോധ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി നമ്മുടെ വിശ്വാസം മാനുഷികമായ വിജ്ഞാനത്തിൻ്റെയോ കേട്ടുകേൾവിയുടെയോ അടിസ്ഥാനത്തിലാകാതെ ദൈവശക്തിയിലാകുന്നതിന് വേണ്ടി മണൽപ്പുറത്ത് ഭവനം പണിത ആ മനുഷ്യനെ പോലെ അല്ലാതെ പാറമേൽ ഭവനം പണിതവനെ പോലെ ആഴമായ ഒരു വിശ്വാസം നമ്മൾ ഉറയ്ക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന നമ്മുടെ മനസാക്ഷിയിലുള്ള ബോധ്യങ്ങളെ, തെറ്റായ എല്ലാറ്റിനെയും ഈ സമയം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ അത് വിശുദ്ധീകരിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം ഇപ്രകാരം ഓരോ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മിൽ നിന്ന് നീക്കം ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ ആ മേഖലയ്ക്ക് വേണ്ടി ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ മേഖലയെടുത്ത് അതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ബോധ മനസ്സിലുമെല്ലാമുള്ള മുറിവുകളോ അശുദ്ധിയോ എന്തെല്ലാം ആയിക്കൊള്ളട്ടെ, അതെല്ലാം അതിൻ്റെ എല്ലാം വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കാനായിലെ കല്യാണത്തിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റിയതുപോലെ, അതിൻ്റെ സത്ത രൂപാന്തരീകരണം നടത്തിയതുപോലെ നമ്മെ ഒരു പുതിയ സൃഷ്ടിയായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ കൃപ അതെല്ലാം ചെയ്തുകൊള്ളും. ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ എന്ന് നാം പഠിച്ചു. ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് പ്രവഹിക്കുന്നതിന് നമ്മിൽ യാതൊരു തടസ്സവുമില്ല. ഈ സമയം ആ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരാൻ
നാം അനുവദിച്ചാൽ മാത്രം മതി. അങ്ങയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുമ്പൽ കൊണ്ട് ആഴമാഴത്തെ വിളിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മേഖലകളെയും ദൈവാത്മാവ് വിശുദ്ധീകരിച്ച് ആ ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം അവിടുന്ന് നമ്മിൽ ജനിപ്പിക്കും. ഈ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മേഖലകളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ സമർപ്പിക്കാം. ബാഹ്യമായ കണ്ണുകളുമുണ്ട്, ആന്തരികമായ കണ്ണുകളുമുണ്ട്. ബാഹ്യമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുന്നതിനേക്കാൾ കൂടുതൽ നാം ആന്തരികമായ കണ്ണുകൾ കൊണ്ട് പലതും കാണുന്നു. ആ മേഖലകളെല്ലാം നമുക്കിപ്പോൾ നമ്മിൽ വസിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. നമ്മുടെ കാതുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബാഹ്യമായ കാതുകൾ കൊണ്ട് നാം പലതും കേൾക്കുന്നു. അതുപോലെ തന്നെ ആന്തരികമായ കാതുകൾ കൊണ്ട് നാം പലതും കേൾക്കുന്നു. ഈ എല്ലാ മേഖലകളിലും ദൈവാത്മാവ് നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം കേൾവിയിലൂടെ എന്തെല്ലാം കടന്നു വന്ന്
നമ്മുടെ മനസ്സിലും മനസാക്ഷിയിലും ആത്മാവിലുമെല്ലാം സ്ഥാനം പിടിച്ചിട്ടുണ്ടോ, അതെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടി, കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ പിതാവിനാൽ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടും. ഈശോ തന്നെ അത് ചെയ്തുകൊള്ളും. നാം അതിനു വേണ്ടി നമ്മുടെ കാതുകളുടെ ശ്രവണത്തിൻ്റെ മേഖലയെ വിട്ടുകൊടുത്താൽ മാത്രം മതി. ഈശോയെ, ഞങ്ങൾ കേട്ടിട്ടുള്ള അശുദ്ധ സംഭാഷണങ്ങൾ, അശുദ്ധ ഗാനങ്ങൾ, വ്യർത്ഥ ഭാഷണങ്ങൾ, മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ എന്നിവയിലൂടെയെല്ലാം എന്തെല്ലാം ഞങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ബാഹികവും ആന്തരികവുമായ കാതുകളെ തുറക്കണമേ. നാം ദൈവത്തിൻ്റെ മക്കളാണ്. പിതാവിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ആത്മാവിൻ്റെ സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി, പിതാവിൻ്റെ സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി ഈശോ നമ്മോട് അരുളി ചെയ്യുന്നതെല്ലാം ശ്രവിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ശ്രവിക്കുന്നവരാകുവാൻ ഞങ്ങളുടെ ശ്രവണത്തിൻ്റെ മേഖലയെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന് നമ്മുടെ നാവിനെ സമർപ്പിച്ച് അതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് നാം മറ്റുള്ളവരെ മുറിപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള മേഖലകൾ, വാക്കുകൾ, വ്യർത്ഥ സംഭാഷണങ്ങൾ, അശ്ലീല ഭാഷണങ്ങൾ, ഇവയെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം.
സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുന്നവരാകാൻ. നമ്മുടെ സംസാരത്തിൻ്റെ ആ മേഖലകളെല്ലാം പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിച്ച് അതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നു, എനിക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതിനേക്കാൾ ദൈവത്തോട് സംസാരിക്കാനാണ് ഇഷ്ടം. വ്യർത്ഥ ഭാഷണം നടത്തുന്നതിനേക്കാൾ ദൈവവുമായി സംസാരിക്കുവാനുള്ള ആ വലിയ ദാഹം, ദൈവവുമായി ലയിക്കുവാനുള്ള ആ ദാഹവും തീക്ഷ്ണതയും നമ്മിൽ ജ്വലിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാവിനെയും നമ്മുടെ സംസാരത്തെയും എല്ലാം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ആസക്തികളാൽ കലുഷിതമാമിൻ പഴയ മനുഷ്യനെ ദൂരെയെറിയൂ. ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിപ്പിക്കൂ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറയുവാനുള്ള കൃപ തരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുക. നമ്മുടെ ശ്വസനത്തിൻ്റെ മേഖലയെ സമർപ്പിക്കാം. നമ്മുടെ ഘ്രാണേന്ദ്രിയത്തെ മൂക്കിനെ സമർപ്പിക്കാം. ചില പ്രത്യേക മണങ്ങളെല്ലാം ശ്വസിക്കുന്നതിലൂടെ നമ്മിൽ കടന്നു വന്നിട്ടുള്ള, പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ, ബീഡി, സിഗരറ്റ്, ചില പ്രത്യേക സുഗന്ധദ്രവ്യങ്ങൾ, ചില സാഹചര്യങ്ങളിൽ ഇവയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളോ ചില വ്യക്തികളോ, അതെല്ലാം
ഈ മണം വീണ്ടും നാം കേൾക്കുമ്പോൾ ഈ ചിന്തകളും ഈ മുറിവുകളും എല്ലാം കടന്നു വന്ന് നമ്മെ അസ്വസ്ഥപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും നമ്മെ തളർത്തുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ചില മണങ്ങൾ കേൾക്കുമ്പോൾ ചില പ്രത്യേക സാധനങ്ങളോടുള്ള ആസക്തി, ഈ മേഖലകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. അതല്ലെങ്കിൽ ചില പ്രത്യേക സംഭവങ്ങളോടോ വ്യക്തികളോടോ ഒക്കെയുള്ള വെറുപ്പ്, ഇതെല്ലാം ഈ സമയം വിശുദ്ധീകരിക്കപ്പെട്ട് നാം പൂർണ്ണമായും സുഖപ്പെടുന്നതിന് വേണ്ടി വെള്ളം വീഞ്ഞായി മാറിയതുപോലെയുള്ള ഒരു പുതിയ സൃഷ്ടി നമ്മുടെ ആ രൂപാന്തരീകരണത്തിന് വേണ്ടി ഈ മേഖലകളിലുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ചിലപ്പോൾ നമുക്കിതെല്ലാം അറിയണമെന്നില്ല. നാം ഇപ്പോൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഓരോരുത്തർക്കും ആ പ്രാർത്ഥിക്കേണ്ട മേഖലയെ വെളിപ്പെടുത്തി തരും. നമ്മുടെ ത്വക്കിനെ ഈ സമയം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ത്വക്കിലൂടെ, സ്പർശനത്തിലൂടെ നമ്മിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ അശുദ്ധികളും ഈ സമയം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ നിമിഷം
നമ്മുടെ ചിന്തയെയും ഭാവനയെയും നമ്മിൽ വസിക്കുന്ന നാം നമ്മുടെ ആത്മാവുമായി ലയിച്ചിരിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളും ഭാവനകളും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതിനും നയിക്കപ്പെടുന്നതിനും വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ചിന്തയിലും ഭാവനയിലും നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധിയുടെ എല്ലാ മേഖലകളെയും കഴുകി വിശുദ്ധീകരിച്ച് ദൈവികമായ ചിന്തകൾ കൊണ്ടും ദൈവികമായ ഭാവനകൾ കൊണ്ടും ഞങ്ങൾ നിറയുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെയല്ല നാം കൈക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ്. നമ്മുടെ ചിന്തയും ഭാവനയും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഉന്നതങ്ങളിലുള്ളവയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി ഈ മേഖലകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നാം ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാകാതെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ വസതി പ്രാപിക്കുന്നതിന് വേണ്ടി നിത്യജീവനെ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന തരത്തിലുള്ള ചിന്തകളും ഭാവനകളും കൊണ്ട് നാം നിറയുന്നതിന് വേണ്ടി ഈ മേഖലകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധത്വത്തിന് സമർപ്പിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും, ഓരോ കോശങ്ങൾ, മാംസപേശികൾ, രക്തധമനികൾ, രോഗാണുക്കൾ, ഞങ്ങളുടെ രക്തം, ഞങ്ങളുടെ ശരീരത്തിലുള്ള പാപവാസനകൾ, ഞങ്ങളുടെ ബലഹീനതകൾ, ഇവയെല്ലാം ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തണമേ, പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റണമേ. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നിരിക്കുന്നു. കർത്താവേ, ആ പുതുവീഞ്ഞിന് വേണ്ടി ദാഹിക്കുന്നവരാകുവാൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ മേഖലകളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റണമേ.
അങ്ങ് ഞങ്ങളെ കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയില്ല. ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്നോ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്നോ ഞങ്ങളുടെ ശരീരത്തിലുള്ള പാപവാസനകളിൽ നിന്നോ പുറത്തു വരാൻ, അതിനെ ജയിക്കാൻ ഞങ്ങൾക്ക് തനിയെ സാധിക്കുകയില്ല. നമ്മെ പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. നമ്മുടെ ലൈംഗികതയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധത്വമേ, ഞങ്ങളുടെ എല്ലാ മേഖലകളെയും വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ മോഹത്തിൽ നിന്നും വിടുതലെനിക്ക് നൽകണമേ.